ആസ്പെയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെയർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിലും അവരെ റീറ്റെയിൻ ചെയ്യുന്നതിലും ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ ബ്രാൻഡ് സക്സസ് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമാണ്. ഒരു എഫക്റ്റീവ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അതിനായി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും അതിനെക്കുറിച്ച് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജർ കോസ്റ്റിംഗ് റോസ്മേരി ജോൺസൺ ആണ്. നമസ്കാരം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഏരിയയെക്കുറിച്ചാണ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതും അവരെ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതുമാണ്. ബിസിനസ്സിലെ എല്ലാ എഫേർട്സിൻ്റെയും റിസൾട്ട് തരുന്നത് ആക്ച്വലി കസ്റ്റമേഴ്സാണ്. ഒരു പ്രൊഡക്ട്സും ആ കസ്റ്റമേഴ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഫങ്ഷൻ ചെയ്യുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഫിഷ്യൻസി കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമാണ് ഒരു ലീഡിനെ കസ്റ്റമറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് കസ്റ്റമർ ആവാൻ ചാൻസസ് ഉള്ള പോസിബിലിറ്റീസ് ഉള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്ത് അത് കസ്റ്റമർ ആക്കി എടുക്കുന്നത് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമാണ്. അതേപോലെ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനാണ് ഈ സെയിൽസ് സൈക്കിൾ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുക. സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തുന്നത് വരെ സെയിൽസ് സൈക്കിൾ നടത്തുന്നത് ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമാണ്. സെയിൽസ് സൈക്കിൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനാണ്. അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ കുറേ കോസ്റ്റ് കുറയ്ക്കാനും ടൈം യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. ഈ സെയിൽസ് ടീമിന് റവന്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അതായത് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് വിൽക്കുമ്പോഴാണല്ലോ റവന്യൂ ആയി ജനറേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിനെ ഈ പ്രൊഡക്റ്റിനെ ബന്ധിപ്പിക്കുന്നത് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ആയതുകൊണ്ട് തന്നെ അവർക്കാണ് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്. അതേപോലെ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം കസ്റ്റമറുമായിട്ട് നടത്തുന്ന ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ട്. ആ ഇൻട്രാക്ഷൻസിലൂടെയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഒരു കസ്റ്റമർ കൂടുതൽ സാറ്റിസ്ഫൈ ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുകയും അത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിലോട്ട് കൊണ്ടുവരാനും പറ്റും. അതേപോലെ ഈ കോമ്പറ്റിറ്റീവ് എഡ്ജ്, നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ടാസ്ക്കാണ്. ഈ ടാസ്കിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവന്നാൽ മാത്രമേ മറ്റുള്ള ബിസിനസ്സിൽ നിന്നും നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഫങ്ഷൻ നിർവഹിക്കുന്നതും ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ആയതുകൊണ്ട് ഇവിടെ ഒരു എഫിഷ്യൻസി, ഈ ടീമിൻ്റെ ഇടയിൽ ഒരു എഫിഷ്യൻസി കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ എഫിഷ്യൻസി കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ടാസ്ക് വളരെ കോംപ്ലെക്സ് ആണ്. ഇതിനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയും അതിനു വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റഗ്രേഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ വലുതാണ്. കാരണം ഒരു SOPയിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഓരോ എംപ്ലോയീസിൻ്റെയും ഡ്യൂട്ടീസ് എന്താണെന്നും അവർ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്നും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതുകൊണ്ട് അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ആവുകയും ഈ ടാസ്കിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാണ്ടിരിക്കുകയും കോസ്റ്റ് അങ്ങനെ റെഡ്യൂസ് ചെയ്യിക്കാനും കറക്റ്റ് കസ്റ്റമേഴ്സിനെ നമുക്ക് അക്വയർ ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് ലോസ് ആവാണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ഓരോ സ്റ്റേജിലെയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി, കുറച്ചുകൂടി എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഈ SOP വഴി പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താൻ സാധിക്കും. അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മൊത്തത്തിൽ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ എന്നുള്ളത് കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. മിക്ക ബിസിനസ്സിൻ്റെയും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല എന്നുള്ളതാണ്. ലാർജ് സ്കെയിൽ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവരിപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെയാണ് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കൊണ്ടുപോകുന്നത്. പക്ഷേ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിലെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നതും ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ SOP ഇല്ലാത്തതാണ്.
അതുകൊണ്ട് തന്നെ അവർ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്സിൽ കൺഫ്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പം അവിടെ കുറേ ടൈമും കുറേ റിസോഴ്സസും ഒക്കെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ഒരു കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പോയെങ്കിൽ ആ കസ്റ്റമറിന് നഷ്ടമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനുവേണ്ടി എടുക്കുന്ന ടൈമും എഫോർട്ടും കോസ്റ്റും ഒക്കെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിൽ റെസ്പോൺസ് കൊടുക്കാൻ ഡിലേ ഉണ്ടാവും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവിടെ കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസാണ്, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് അവിടെ നഷ്ടമാകുന്നത്. ഈ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകും തോറും ഈ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് അവിടെ കുറയാണ്. ട്രെൻഡ് മാറി വരുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ സെയിൽ നടക്കണം. അതിനുവേണ്ടി ആ കറക്റ്റ് ടൈമിൽ തന്നെ കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കുകയും കസ്റ്റമേഴ്സിലോട്ട് എത്താൻ സാധിക്കുകയും ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ റീറ്റെയിൻ ചെയ്യുകയും നമ്മുടെ പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ അവരിലോട്ട് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സ്മോൾ ബിസിനസ്സിൽ ഈ ഒരു കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു എഫിഷ്യൻസി അവർക്ക് ഉണ്ടാവാതെ പോവുകയും അവിടെ ഓപ്പർച്യൂണിറ്റി നഷ്ടമാകുകയും സെയിൽ നഷ്ടമാകുകയും ചെയ്യുന്നുണ്ട്. അത് ബിസിനസ്സിൻ്റെ റവന്യൂവിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു SOP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അൺനെസസറി സ്റ്റെപ്സ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ കുറേ സ്റ്റെപ്സ് റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ഈ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ ഈ ടീമിലുള്ള അംഗങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ അവരെ കൂടുതൽ എൻഹാൻസ് ചെയ്യിക്കും എന്നുള്ളതാണ്. അതേപോലെ ആക്യുറസി കൊണ്ടുവരാനും ഈ കൺസിസ്റ്റൻസി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെ കൊണ്ടുവരാനും സാധിക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പ്രൊസീജിയർ കൊണ്ടുപോവുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ടൈംലി റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. അവർക്കൊരു പേഴ്സണലൈസ്ഡ് അറ്റൻഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്ന ആ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വലിയ കോസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ ഈ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതിൽ മാത്രമല്ല അവരെ റീറ്റെയിൻ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അതും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പോവുകയും നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടമാവുകയും ചെയ്യുകയാണ്. സോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി കറക്റ്റായിട്ട് റിയൽ ടൈമിൽ ഡാറ്റ എടുത്തുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ കൃത്യം സമയത്ത് സോർട്ട് ഔട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവരെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബിസിനസ്സിൽ വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതേപോലെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി കൂടാൻ പറ്റുന്ന എഫിഷ്യൻസി എന്തോരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി വരുന്നത് വരെ താങ്ക് യു.